പരിസ്ഥിതി മലിനീകരണവും ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും നാം ഇന്ന് ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാട്ടുതീയോ വരൾച്ചയോ കാരണം മരിക്കുന്ന ജീവജാലങ്ങളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ ദിനേന പ്രത്യക്ഷപ്പെടുന്നു. വനനശീകരണത്തിലൂടെയും തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിലൂടെയും പല ജീവജാലങ്ങളിലും വംശനാശം സംഭവിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ പല കൈക്കടത്തലുകളിലൂടെയുമായി പരിസ്ഥിതിയും ഭൂമിയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല ഈ ഭൂമി എന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ഏപ്രിൽ 22 കൂടി എത്തിയിരിക്കുന്നു. അതെ, ഇന്ന് ഏപ്രിൽ 22 വേൾഡ് എർത്ത് ഡേ അഥവാ ലോക ഭൗമദിനം. ആഗോളതാപനത്തിൻ്റെയും പരിസ്ഥിതി മലിനീകരണത്തിൻ്റെയും ഭവിഷ്യത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഭൗമദിനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് അതിനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ്റെ കടമയാണ്. പെട്ടെന്നുണ്ടായ ഒരു ചിന്തയിൽ നിന്നല്ല ഇത്തരം ദിനങ്ങൾ ഉണ്ടാകുന്നത്. 1969 കാലിഫോർണിയയിൽ നടന്ന സാന്താ ബാർബറ എണ്ണച്ചോർച്ചയിൽ ആയിരക്കണക്കിന് കടൽ പക്ഷികൾക്കും ഡോൾഫിനുകൾക്കും ജീവൻ നഷ്ടമാവുകയും തുടർന്ന് മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല ഈ ഭൂമി എന്നും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് മനുഷ്യരിൽ അവബോധം സൃഷ്ടിച്ച് ഭൂമിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയും 1970 ഏപ്രിൽ 22 അമേരിക്കൻ ഐക്യനാടുകളിൽ ആദ്യമായി ഭൗമദിനം ആചരിച്ചു. പിന്നീട് ഇത് വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. 1969 നടന്ന യുനെസ്കോ സമ്മേളനത്തിൽ ജോൺ മെക്കാളെ ഉന്നയിച്ച ഭൗമദിനാചരണം എന്ന ആശയം യുനെസ്കോ അംഗീകരിക്കുകയും 1970 ഏപ്രിൽ 22 ഇത് നടപ്പാക്കുകയും ചെയ്തു. 141 രാജ്യങ്ങൾ ഒപ്പിട്ട 1997 ക്യോട്ടോ ഉച്ചകോടിയിലാണ് ലോക ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത്. മനുഷ്യൻ്റെ അത്യാർത്തിയും ചൂഷണവും കാരണം ഇന്ന് ഭൂമി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് പ്ലാസ്റ്റിക് മലിനീകരണം. 2014 ബ്ലൂംബർഗ് ലേഖനത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപഭോഗം ഒരു നിർണായക പാരിസ്ഥിതിക പ്രശ്നമായി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപഭോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് ഈ വർഷത്തെ ഭൗമദിനത്തിൻ്റെ ആപ്തവാക്യം. പ്ലാസ്റ്റിക് മലിനീകരണം ഒരാളെ ബാധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമുദ്രജീവികൾ. ഇന്ന് മറൈൻ പ്ലാസ്റ്റിക് മലിനീകരണവും അതിനിരയാകുന്ന സമുദ്രജീവികളുടെ ചിത്രങ്ങളും മാധ്യമങ്ങളിൽ നാം ദിനപ്രതി കാണുന്നു. 2017 ഐക്യരാഷ്ട്രസഭയുടെ ഓഷ്യൻ കോൺഫറൻസിൽ 2050 സമുദ്രങ്ങളിൽ മത്സ്യത്തേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിരിക്കാമെന്ന് കണക്കാക്കി. 2023 പ്ലാസ്റ്റിക്കുകൾ മൂലമുണ്ടാകുന്ന പുതിയ രോഗമായ പ്ലാസ്റ്റിയോസിസ് കടൽ പക്ഷികളിൽ കണ്ടെത്തി. സമുദ്രങ്ങളിൽ കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയെ ബാധിക്കുന്നു. ഇത് സസ്യങ്ങളുടെയും മറ്റു ജീവജാലങ്ങളിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. 2019 പ്ലാസ്റ്റിക് ആൻഡ് ക്ലൈമറ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്ലാസ്റ്റിക് ഉൽപ്പാദനവും ദഹിപ്പിക്കലും കാലാവസ്ഥാ വ്യതിയാനത്തിന് വരെ കാരണമാകുന്നു. പ്ലാസ്റ്റിക് മലിനീകരണം ഭൂമിയുടെ മേലുള്ള മനുഷ്യൻ്റെ കൈക്കടത്തലുകളിൽ ഒന്നു മാത്രമാണ്. മലിനമാകുന്ന ജലാശയങ്ങളും വർദ്ധിച്ചു വരുന്ന വനനശീകരണവും നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കുന്നുകളും മനുഷ്യൻ ഭൂമിയുടെ മേൽ ചെയ്യുന്ന കൈക്കടത്തലുകളാണ്. അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകലും ആമസോൺ കാടുകളിലെ കാട്ടുതീയും കാലാവസ്ഥാ വ്യതിയാനവും അത് കാരണമായി ഇന്ന് നാം അനുഭവിക്കുന്നു. ഇത് മനുഷ്യനെ മാത്രമല്ല മറ്റു ജീവജാലങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്നു. ജീവൻ ആവശ്യമായ വായു, ജലം, മണ്ണ് എന്നിവ മനുഷ്യന് കൃത്രിമമായി സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. മാറ്റങ്ങൾ തുടങ്ങേണ്ടത് വ്യക്തികളിൽ നിന്നുമാണ്. ഭൂമിക്ക് ഭീഷണിയാവുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും വനനശീകരണവും നമുക്ക് ഒഴിവാക്കാം. ഓർക്കുക, വരും തലമുറയിൽ നിന്നും കടം വാങ്ങിയ ഈ ഭൂമിയെ തിരികെ ഏൽപ്പിക്കേണ്ടതുണ്ട്.